ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ വ്ളോഗ് ടീൽസ് ബൈ ആദർശ. സോ കുറച്ച് നേരം ചോദിക്കുന്നുണ്ട് നമ്മുടെ ഡെയിലി വ്ളോഗ് അല്ലെങ്കിൽ ലോങ് വീഡിയോസ് ഇടുമെന്നുള്ള കാര്യം. ഞാൻ ഇതുവരെ അത് ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അതിന് പറ്റിയ ടൈമോ അല്ലെങ്കിൽ പറ്റിയ കണ്ടൻറ്റോ ഒന്നും കിട്ടാത്തതുകൊണ്ടാണ്. ബട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നവംബർ മന്തിൽ നമ്മൾ എന്തായാലും ലോങ് വീഡിയോ പോസ്റ്റ് ആക്കിയിട്ടിരിക്കുന്നു. സോ ഇന്ന് എന്താണ് നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല, ലീവാണ്. കാരണം എനിക്ക് ചെറിയ പനിയായിട്ടില്ല, പക്ഷേ ചുമയും ജലദോഷമായിട്ടൊന്നും ഞാൻ ഒരാഴ്ചയുടെ എനിക്ക് ഉണ്ട്. പക്ഷെ ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോയിട്ട് ഒട്ടും കുറയണ്ടായില്ല. സോ ഐ തോട്ട് ഇന്ന് ലീവ് എടുത്ത് ഫുൾ കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ട് ഫ്രൈഡേ പോകാമെന്നുള്ളത്. സോ ഇന്ന് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ഫസ്റ്റ് ഹാഫ് മൊത്തം പഠിപ്പും കാര്യങ്ങളായിട്ടൊക്കെ പോയി. ഇപ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ട്. ഞാൻ ഉച്ചയ്ക്കാണ് ഇൻട്രോ എടുക്കാതിരിക്കണത്. പഠിപ്പും കാര്യങ്ങളായിട്ടൊക്കെ പോയി. കാരണം എക്സാം വളരെ അടുത്താണ്, ഡിസംബർ ഫസ്റ്റ് വീക്ക്. സോ പഠിക്കണം. അപ്പോൾ പഠിപ്പും കാര്യമായിട്ട് ആൻഡ് ദ സെക്കൻഡ് ഹാഫ് എന്നിട്ട് ഉച്ച തൊട്ട് വൈകുന്നേരം വരെ ഞാൻ എൻ്റെ TCയിലെ ഫ്രണ്ട്സിനെ കാണാൻ പോവാണ്. അതിലും സന്തോഷം എനിക്ക് വേറെ ഒന്നുമില്ല ഗൈസ്. ഞാൻ ലാസ്റ്റ് അവരെ കുറച്ച് പേരെ ഒന്ന് അഞ്ജലിയും ദൃശ്യം എക്സ്ട്രാ ഉണ്ടാകും. ബാക്കി ആർദ്ര, രക്ഷ, അൻവിത ഒക്കെ ഞങ്ങൾ ഇത്രയും പേരുള്ളൂ. കാരണം ഇപ്പോൾ കലോത്സവം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആർദ്രയ്ക്കും അഞ്ജലിക്കും ദൃശ്യക്കും കലോത്സവം ദേശഭക്തി ഗാനങ്ങൾ എന്തുണ്ട്. സോ ഞാനും ദക്ഷയും വാസുവും കൂടെ കാണാൻ പോകാമെന്ന് വിചാരിച്ചു. സോ എനിക്ക് അഞ്ജലിനെയും ദൃശ്യനും എല്ലാവരെയും കാണാനുള്ളതുണ്ട്. ബാക്കി ആരും ഇല്ല കേട്ടോ. ഞങ്ങൾ ഇത്രയും പേര് ഇത്രയും പേര് സൂക്കി അത്രയും പേരെങ്കിലും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു സന്തോഷം, എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. ആൻഡ് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു കലോത്സവ വേദി കാണാൻ പോണത്. ഇവരുടെ പരിപാടി കാണാൻ പറ്റുമോ അറിയില്ല, കാരണം അത് ഇച്ചിരി ടൈം ഡിലേ ആണ്. സോ അത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് അവരെ കാണണം, അവരെല്ലാവരെയും കാണണം. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പക്ഷേ എല്ലാം കൂടെ നമുക്കൊരു ഡെയിലി വ്ളോഗായിട്ട് ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്. ആൻഡ് ഓൾസോ രാവിലെ ഞാൻ 6 മണിക്ക് എണീച്ച് ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു. ട്യൂഷന് പോയത് ഞാൻ എടുത്തിട്ടുണ്ടായില്ല. ഞാൻ മാത്സ് ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് കുളിയെല്ലാം കഴിഞ്ഞിട്ട് ബിസിനസ് പഠിച്ചു. ഇപ്പോൾ ടൈം വന്ന് 11:30 10:30ക്കാണ് നമ്മൾ ആദ്യത്തെ സെറ്റ് പഠിച്ചു തരുന്നത്. ഇനി ഞാൻ ഫുൾ മാത്സ് ആണ് പഠിക്കാൻ പോണത്. മാത്സ് എനിക്ക് സ്ട്രേറ്റ് ലൈൻസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഫുൾ തീർക്കാൻ പറ്റിയില്ലെങ്കിലും പകുതിയിലും തീർക്കണം എന്നുണ്ട്. 1 മണി വരെയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. കാരണം 1 മണിക്ക് ശേഷം നമുക്ക് വീഡിയോയും പിന്നെ അതുപോലെ തന്നെ റെഡി ആവലും ആ പരിപാടികളൊക്കെയാണ്. നമുക്ക് ഉച്ചയ്ക്ക് പോകണം. സോ നമ്മൾ അടുത്തത് മാത്സ് പഠിക്കാൻ പോവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ അടുത്ത സെറ്റ് പഠിക്കാതിരിക്കുകയാണ്. അടുത്തത് നമ്മൾ മാത്സ് ആണോ പഠിക്കാൻ പോകണം. ഞാൻ എപ്പോഴും തലേ ദിവസം തന്നെ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളത് ഇങ്ങനെ ബോർഡിൽ എഴുതിയിടും. അപ്പം ഇല്ലെങ്കിൽ ഞാൻ മറന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു അടിപൊളി ഓപ്ഷനാണ്. സോ ഞാൻ ആദ്യം തന്നെ സൈലം ആപ്പിലെ കുറച്ച് ക്ലാസ് എല്ലാം കാണാൻ വിചാരിച്ചു. ക്ലാസ് കാണാനുള്ള ഏറ്റവും മടുപ്പ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ക്യാമറ ഓൺ ചെയ്തിട്ട് ഞാൻ ഓരോരോ കാര്യങ്ങൾ കാണിക്കേണ്ട, നുണക്കുഴിയൊക്കെ കാണിക്കേണ്ട. നുണക്കുഴിയൊന്നും ഇല്ല എന്നാലും. അപ്പോൾ ഇതേടാ പുറത്ത് പോയ അച്ചാച്ചനോട് ഞാൻ പ്രിൻ്റ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ പ്രിൻ്റ്. നമുക്ക് വാൾ പോസ്റ്റേഴ്സ് പോലെ ഒട്ടിക്കാനാണ്. പക്ഷെ ചെറുതായിട്ട് സെറ്റ് ചെയ്തപ്പോൾ സൈസ് ഒന്ന് കുറഞ്ഞു. പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുപോലെ തന്നെ ഷുഗർ കട്ടായ എനിക്ക് എന്തെങ്കിലും മധുരമുള്ള കൊണ്ടുവരുമോ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ കൊണ്ടുവന്നിട്ട് ഈ ലഡു ഞാൻ കുറേ ദിവസമായിട്ട് പറയണം ഓറഞ്ച് ലഡു വേണമെന്ന്. എൻ്റെ അത് കഴിച്ചപ്പോഴേക്കും ഭയങ്കര സന്തോഷം. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയോണ്ടാന്ന് തോന്നുന്നു. ടേസ്റ്റ് കുറച്ചധികം കൂടുതലാണ്. ഒറ്റയടിക്ക് 2 എണ്ണം കഴിച്ചു. ബാക്കി ഞാൻ പൊതിഞ്ഞെടുത്ത് വെച്ചു. എന്നിട്ട് വീണ്ടും മാത്സ് ക്ലാസ് എല്ലാം കാണായിരുന്നു. ഞാനങ്ങനെ കറക്റ്റ് 1:30 പഠിപ്പ് നിർത്തി. ഇപ്പോൾ 2 മണി ആവാറായിട്ടുണ്ട്. ഞാൻ ഫുഡ് കഴിച്ച് റെഡി ആവാൻ പോവാണ്. എൻ്റെ ഫ്രണ്ട്സിനെ കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കലോത്സവം നടക്കുന്നത് സൗത്ത് ഗേൾസ് സ്കൂളിലാണ്. സോ അവിടെ വരെ പോകണം. ഞാൻ ആ സ്കൂളിൽ വരെ പോയിട്ടില്ല. അപ്പോൾ ഞാനും ദക്ഷയും ഒരുമിച്ച് പോകാമെന്ന് വെച്ചിരിക്കണം. ദക്ഷ മേനകയിൽ നിന്ന് കയറും, ഞാൻ കലൂരിൽ നിന്ന് കയറും. ആർദ്രയും ബാക്കിയുള്ളവരെല്ലാവരും അവിടെ നേരത്തെ ഇട്ടിട്ടുണ്ടാവും എന്നാണ് പറഞ്ഞേക്കണേ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതേപോലെ എവിടെയെങ്കിലൊക്കെ പോകാനുള്ള സമയത്ത് ഞാൻ ഭയങ്കര ഇങ്ങനെ എന്താ പറയുക ഫുഡും ഒന്നും ഇല്ലാണ്ടിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് ഗൈസ്. ഉച്ചയ്ക്ക് നല്ല ചെമ്മീൻ റോസ്റ്റ്, അച്ചിങ്ങയും ചാററി കുട്ടി ചോറെല്ലാം ഉണ്ട് കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരെ റെഡി ആകുമ്പോഴാണ് നമ്മുടെ സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ്. പ്രോഡക്ട്സ് പോലും മാറിയിട്ടില്ല. എപ്പോഴും ഒരേ പ്രോഡക്ട്സും പ്രൊസീജിയേഴ്സൊക്കെ കാണിക്കുമ്പോൾ ആർക്കാലും ബോറടിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അധികം ഒന്നും കാണിക്കാതെ. ഞാൻ എന്നാലും സ്കിൻ കെയറിൻ്റെ വീഡിയോസൊക്കെ സൂൺ പോസ്റ്റ് കേട്ടോ. പിന്നെ ഈ ടോപ്പ് നമ്മൾ ഹൈദരാബാദ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം തയ്പ്പിച്ചെടുത്താൽ കേട്ടോ. അവിടെ ഇട്ട ശേഷം പിന്നെ ഇവിടെ ഇട്ടിട്ടേ ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ ഇതിടാൻ വിചാരിച്ചു. ഞാൻ കുറച്ച് ധൃതിയിലായിരുന്നു, കാരണം ദക്ഷ ഓൾറെഡി റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളെ മടുപ്പിക്കരുത്. അങ്ങനെ ഞങ്ങൾ ബസ്സെല്ലാം കയറി നേരെ അവിടെ ഇറങ്ങിയപ്പോഴാണ് ദക്ഷ എങ്ങനെയാണ് അവളുടെ അമ്മേനെ കൺവിൻസ് ചെയ്തെന്നുള്ളത് കാണിക്കുകയാണ്. കാരണം ഞങ്ങൾ പണ്ട് ഒരുമിച്ചായിരുന്നപ്പോഴും ഗ്യാങ്ങായിട്ട് ലീവ് എടുക്കൽ ഒരു പുത്തിരിയുള്ള കാര്യമല്ല. എനിക്ക് പിന്നെ വയ്യായിക ഉണ്ടായിരുന്നുണ്ട്. പുതിയ റീസൺസ് ഒന്നും വേണ്ടി വന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വാസുവിനെ കാത്ത് നിൽക്കായിരുന്നു. വാസുവും കൂടെ ബസ് ഇറങ്ങിയിട്ട് ഒരുമിച്ച് പോകാന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ. അങ്ങനെ വാസു വന്നിറങ്ങിയിട്ട് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ സ്കൂളിലേക്ക് പോയി. സ്കൂളിലേക്ക് വന്നപ്പോഴേക്കും തന്നെ ആർദ്രയുടെ ഗ്രൂപ്പൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആർദ്രയ്ക്ക് ദേശഭക്തി ഗാനമായിരുന്നു കോമ്പറ്റീഷൻ. ആൻഡ് അത് അവളുടെ പുതിയ ഐഫോണാണ്. അപ്പോൾ ഞാനതിങ്ങനെ നോക്കായിരുന്നു, ക്യാമറയും കാര്യങ്ങളൊക്കെ. ശരിയാ, നീ കേട്ടത് ശരിയാ.
ഇടുപടി ഞാൻ കോപ്പിറൈറ്റ് കിട്ടിയാൽ ഈ പാട്ട് Hi Dadosh, how are you? Fine. Darling. എന്താണ് Guys, we met Adarsha. എന്താണ് നല്ല ലുക്കായിട്ടുണ്ടല്ലോ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ദൃശ്യനെ അഞ്ജലിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അവർക്ക് ഗ്രൂപ്പ് സോങ് ആയിരുന്നു ഇത് യൂട്യൂബ് ചാനൽ അഞ്ജലിയുടെയും ദൃശ്യയുടെയും ഗ്രൂപ്പ് സോങ് വളരെ പെട്ടെന്നായിരുന്നു. ആർദ്രയുടെ ഇനിയും ടൈം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ നിന്ന്. ഇങ്ങനെ ഇങ്ങനെ ഈ സാധനം യാ താഴ്ത്തി പിടിയാ ശരിയാ നീ കേട്ടത് ശരിയാ. ഇപ്പോഴത്തെ ജെൻസ് പിള്ളേർ പുതിയ പുതിയ ഫോട്ടോ പോസസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കായിരുന്നു കേട്ടോ ഈ കണ്ടത്. അപ്പോഴേക്കും ആർദ്ര ആ പ്രാക്ടീസിനും കയറി ഇവര് പരിപാടിക്കും കയറി കേട്ടോ. ഞങ്ങൾ കുറച്ച് കണ്ടുള്ളൂ. ഞങ്ങൾ നേരെ വാസുടെ വീട്ടിലേക്ക് പോവാണ്. ആർദ്ര വന്നിട്ടുണ്ടോ? അല്ലേ, ആർദ്ര കുറച്ച് കഴിയുമ്പോ എത്തും. ഞങ്ങൾ നേരത്തെ ഇറങ്ങി അവരുടെ പരിപാടി കാണാന്നുണ്ടല്ലോ. എന്റെ വീട്ടിലോട്ടോ 100 മണിക്ക് എനിക്ക് വീടെത്തണം. വീണ് ഇവിടെ എവിടെ കിട്ടാനാണ് ഷവർമ്മ? ഷവർമ്മ ചോദിച്ച ദക്ഷിക്ക് വാസു ദേ സോഡയൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ നേരെ വാസുടെ വീട്ടിൽ പോയി. വാസുടെ വീട്ടിൽ തൊട്ടടുത്തായിരുന്നു. മെയിനായിട്ട് അവളുടെ വീട്ടിൽ പോയത് ചേച്ചിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരു ഒറ്റ മൈൻഡ് കാണിച്ച് ഞങ്ങൾ പോയതാണ് കേട്ടോ. കാരണം തൊട്ടടുത്താന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾ നേരെ പോയതാണ്. ആർദ്ര പരിപാടി കഴിയുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ആർദ്രയുടെ പരിപാടി നല്ലോണം ഡിലേ ഇട്ടുണ്ടായിരുന്നു. എനിക്കൊക്കെ ഡോഗിനെ എടുക്കാൻ ഭയങ്കര പേടിയുള്ള ആളാണ്. പക്ഷെ ഇത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞാനൊരു ടെഡി ബെയറിനെ പോലെ കയ്യിലിട്ട് കൊഞ്ചിച്ച് അടക്കായിരുന്നു. കൊഞ്ചിച്ച് മതിയായില്ല സത്യം പറഞ്ഞാൽ. ഇനി ഒരു ദിവസം രാവിലെ പോകണം എന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വാസുവിനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെക്കേഷനൊക്കെ ഒന്ന് ആവട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. എനിക്ക് നേശിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. കംപ്ലീറ്റ്ലി ഒരു സഡൻ പ്ലാൻ ആയതുകൊണ്ടെന്ന് തോന്നുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ പ്ലാൻ ചെയ്യാതെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നല്ല രസമായിരിക്കില്ലേ. അങ്ങനെ തിരിച്ച് വീടെത്തിയപ്പോഴേക്കും 7 മണി 6:30 എത്ര എന്നൊക്കെ വിചാരിച്ചിരുന്ന ഞാനാണ് കേട്ടോ. അങ്ങനെ ഞാൻ നേരെ വീട്ടിലെത്തി. ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ വന്നത്. വീട്ടിൽ വന്നപ്പോഴേക്കും എനിക്കൊരു കൊറിയർ ഉണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ ട്യൂഷനൊക്കെ പോകാൻ വേണ്ടിയിട്ടൊരു ബാഗ് വാങ്ങിച്ചാണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ വീഡിയോ ഞാൻ പറ്റുകയാണെങ്കിൽ ഒരു ഷോർട്ടിൽ അപ്ലോഡ് ചെയ്യാം. ഗായ്സ്, ഇപ്പോൾ സമയം വന്ന് 10 മണി ആവാറായി. ഞാൻ വന്ന് കുറച്ച് നേരം പഠിച്ച് ഫോണിലാണെങ്കിൽ തീരെ ചാർജില്ലായിരുന്നു. കാരണം അമ്മാതിരി വീഡിയോ എടുപ്പായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം പഠിച്ച് പിന്നെ ഫുൾ ടയർഡായി രാവിലെ എണീച്ചല്ലേ. സോ അതുകൊണ്ടാണ് ഞാൻ ബാക്കി വ്ളോഗൊന്നും എടുക്കാതിരുന്നത്. പഠിപ്പ് ഞാൻ കുറച്ച് നേരം നിർത്തി. ആൻഡ് ഈ വീഡിയോ എനിക്ക് വെള്ളിയാഴ്ച എഡിറ്റ് ചെയ്ത് ശനിയാഴ്ച എങ്കിലും എനിക്ക് ഇടണം. സോ അതാണ് ഷോർട്ട് വീഡിയോ വരാൻ ലാഗായത്. എന്തായാലും നമുക്ക് അടുത്ത ലോങ് വീഡിയോ ഇട്ട് നമുക്ക് പെട്ടെന്ന് കാണാം. അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ഉറപ്പാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻസ് രേഖപ്പെടുത്തുക. അപ്പോൾ അത്രയേ ഉള്ളൂ.